വ്യാജ വാർത്തകൾക്ക് എക്കാലത്തും ആയുസ് വളരെ കുറവാണ്. ഇന്ത്യ പിടിച്ചെടുത്ത കപ്പലുകൾ വിട്ടുകിട്ടാൻ ഇറാൻ ഉപാധികൾ വച്ചെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ മെനഞ്ഞെടുത്ത കഥകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇന്ത്യ തടഞ്ഞുവച്ച 3 ടാങ്കറുകൾ വിട്ടു നൽകിയാൽ മാത്രമേ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിത പാത ഒരുക്കൂ എന്ന് ഇറാൻ പറഞ്ഞുവെന്നായിരുന്നു പ്രചാരണം. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഈ വാർത്തകൾ അപ്പാടെ തള്ളി. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത് പ്രകാരം ഇറാനുമായി ഇത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടില്ല. ഇന്ത്യ പിടിച്ചെടുത്ത 3 കപ്പലുകളും ഇറാന്റേതല്ല എന്നതാണ് ഈ വ്യാജ വാർത്തകളിലെ ഏറ്റവും വലിയ തമാശ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് തിരിച്ചറിയൽ രേഖകളിൽ മാറ്റം വരുത്തിയതിനും നിയമവിരുദ്ധമായി ചരക്ക് കൈമാറ്റം നടത്തിയതിനും അസ്ഫാൾട്ട് സ്റ്റാർ, അൽ ജാഫ്സിയ, സ്റ്റെല്ലാർ റൂബി എന്നീ 3 ടാങ്കറുകൾ ഇന്ത്യ പിടിച്ചെടുത്തത്. ഇപ്പോൾ മുംബൈ തീരത്തുള്ള ഈ കപ്പലുകളെ ചൊല്ലിയാണ് അടിസ്ഥാനരഹിതമായ വാർത്തകൾ ചിലർ പടച്ചുവിട്ടത്. വ്യാജ വാർത്തകൾ ഒരു വശത്ത് പ്രചരിക്കുമ്പോഴും ഇന്ത്യൻ സർക്കാരിന്റെ നയതന്ത്ര നീക്കങ്ങൾ മറുവശത്ത് കൃത്യമായി ലക്ഷ്യം കാണുന്നുണ്ട്. കപ്പലുകളെയും നാവികരെയും സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. ഇതിന്റെ ഫലമായി നന്ദാദേവി എന്ന LPG വാഹിനി കപ്പൽ ചൊവ്വാഴ്ച ഗുജറാത്തിലെ വാടിനാർ തുറമുഖത്തും ശിവാലിക് എന്ന കപ്പൽ തിങ്കളാഴ്ചയും സുരക്ഷിതമായി ഇന്ത്യയിലെത്തി. ഗൾഫ് മേഖലയിൽ ഇനിയുള്ള 611 ജീവനക്കാർ ഉൾപ്പെടുന്ന 22 ഇന്ത്യൻ കപ്പലുകൾക്കും സുരക്ഷിത പാതയൊരുക്കാൻ മറ്റു രാജ്യങ്ങളുമായി ഉൾപ്പെടെ കേന്ദ്രം നിരന്തര ആശയവിനിമയം നടത്തുന്നുണ്ട്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇന്ത്യക്ക് ആരുടെയും മുൻപിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് സർക്കാരിന്റെ നയതന്ത്ര വിജയങ്ങളെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഇവിടെ വില പോവില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ കേന്ദ്രം നൽകുന്നത്. ഇന്ത്യയുടെ സുരക്ഷയും പരമാധികാരവും ഏറ്റവും വിശ്വസനീയവും ശക്തവുമായ കൈകളിൽ തന്നെയാണ്. മിസ്റ്റർ സൃഷ്ടിക്കപ്പെടണം.